ഇത് ഒരു അപകടത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈ അപകടം തുടർന്നാൽ ഭാവിയിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചേക്കാം. ആ ഒരു അപകടത്തിലേക്കാണ് ഞങ്ങൾ ഈ ലഘുനാടകത്തിലൂടെ നിങ്ങളെ ക്ഷണിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. ഇവിടെ പെണ്ണാണ് ചേർന്ന് നടക്കുകയാണ്. മധ്യത്തിലുള്ള ഒരു മകയിലെ ഈശ്വര ചേട്ടാ എന്താ അപ്പൊ ഇന്ന് കഴിച്ചതാ സന്തോഷമുണ്ട്. അപ്പൊ വെപ്പിനയച്ചതാ ഇന്നത്തെ ബാക്കി തന്നുകൊണ്ട് ചേട്ടാ ഇങ്ങനെ അടിച്ചാ കരട് പോകും. ഓട്ടറ കരട് പോയാൽ രണ്ടാമത് വരില്ലേ? പിന്നെ രണ്ടാമത് വരെ കരളുണ്ടാ മൂന്നാമത് എന്റെ മൂളം പെണ്ണ് കാണാൻ ചെക്കനടുത്തും വരുമ്പോ പെണ്ണിനടുത്ത് രണ്ടെണ്ണം വിട്ടു നിന്നില്ലെങ്കിൽ പന്തോട് വന്ന വഴി വിട്ടുവോ? എന്നാ പറഞ്ഞ ഞാൻ വിടട്ടെ, അല്ലെങ്കിൽ എന്റെ പിടിവിട്ടു പോകും. ചെക്കൻ എങ്ങനെയാണ് പുത്തൂരെ തറവാട്ടിലാണ് ഒരു കല്യാണം ആലോചിച്ചാ എവിടെന്ന് ആലോചിക്കാം? തറവാട്ടിന്ന് ടാറ്റ കുടുംബക്കാരെ ആലോചിച്ചാലോ? കുടുംബത്തിന് അതൊക്കെ നീ ഇവിടെ പറഞ്ഞിരുന്നേ. നിനക്കറിയാവുന്ന കാര്യം വിവരങ്ങൾ മാറും. അവധി ദിവസം മാറ്റി കുടിക്കുന്നവരാ ഞങ്ങൾ. അവര് മോശക്കാരില്ല. ഈ അവധി ദിവസങ്ങളിലൊക്കെ ഊറ്റി കുടിക്കുന്നവരാ ചെക്കന്റെ വീട്ടുകാര്. കൊള്ളാം. വാറ്റി കുടിക്കുന്ന പെണ്ണിന് ഊറ്റി കുടിക്കുന്ന പയ്യൻ. എന്നിട്ട് ചെക്കനവിടാ 10 മണി കഴിയാതെ വീട്ടിൽ നിന്ന് അറിയില്ലെന്ന് ചെക്കനൊരു നിർബന്ധം. അതെന്തായാലും നന്ന ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ രാഹുകാരൊക്കെ നോക്കുന്നത് നല്ലതാ. രാഹുകാരൻ നോക്കുന്നതൊന്നല്ല, ബ്രാൻഡി ഷർട്ട് നോക്കാതെ ചെക്കൻ പുറത്തേക്ക് ചെക്കനെത്തി. സംശയിക്കണ്ട, ഇവൻ തന്നെ. ഇതാവും പെണ്ണിന്റെ വീട് അല്ല വീട്. അതെ, ഇത് തന്നെ. അന്ന കാര്യങ്ങൾ ആളെ അടുത്ത് കഴിഞ്ഞ് സംസാരിക്കാം. ഇവിടെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. കല്യാണി ചെക്കൻ എന്ത് എനിക്ക് ഇഷ്ടപ്പെട്ട? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? നിങ്ങൾ ജീവനോട് ഇരിക്കേ. മരുമോന് പകലേക്ക് കയറി. എവിടെ? അലകയില്. ചെക്കിന് കട ഒഴിക്കുന്നില്ല. പേടിക്കണ്ട, തല കേൾക്കാണ്ട. മോന് ഇടത്തെ കാല് വയ്ക്കുന്ന വലത്തെ കാല് വെച്ച് കയറൂ. ഇടത്തായാലും കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല. ഓർക്കണ കാലം വെച്ചോ. അപ്പൊ പിന്നെ എന്നെ ആലോചിക്കണം. എല്ലാ കാര്യം വിട്ടു. ഈ പ്രാന്റിയത്തെ കാലിലൊഴിക്കണ ആ കടക്കലൊഴിച്ച കടക്ക പിടിച്ചോളൂ. ഇതിനെ നടീന്ന് പറയും. നടേടി ഇങ്ങനെയാണെങ്കിൽ അകത്തടിയല്ല ആയിരിക്കും. അതൊക്കെ പോട്ടെ. മോന്റെ വീട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നോ? അച്ഛന്റെ പേര് അടിയോടി. അതെ, പേര് പോലെ തന്നെ അടിയോടടിയായിരുന്നു. അടിക്കടിച്ച് മരിച്ചു. അമ്മയോ? അച്ഛന്റെ അടിയോട് അമ്മ വരച്ചു. ഇപ്പൊ ഭാര്യ ഞാൻ ഒറ്റക്കൂടാനാ. വീട്ടിൽ ഞാൻ രക്ഷയുള്ളൂ. ഞാൻ ഹാപ്പി. ചെക്കന് പെണ്ണിനെ കാണാൻ തിരുക്കമായി. എന്താ ബ്രാൻഡ്? എന്താ പേര്? അതെ, പഴയ കാലം. അവർക്ക് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാനോ? നമുക്കെന്ത് മാറിക്കാനോ? എന്റെ മോളോ
അയ്യോ, എന്തൊരു തമാശയാ. നീ ഇത് പബ്ലിസിറ്റി ആക്കണ്ട അനീതി. എന്നെ ഇഷ്ടമായോ? പിന്നെ കുടിച്ചു കുടിച്ച് ഉപ്പന്റെ പോലെ ചൊക ചൊകാതിരിക്കുന്ന കണ്ണുകൾ, ഉറയ്ക്കാത്ത കാലുകൾ, ആളുകെട്ടാൻ മെരുക്കി നിൽക്കുന്ന മനസ്സ്, എല്ലാവരെയും കീഴടക്കി ചേട്ടാ. എന്റെ ഭാഗ്യം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ചേട്ടൻ എന്നെ എന്ത് വിളിക്കും? വേണ്ട, എന്നെ സ്മോളേന്ന് വിളിച്ചാൽ മതി. എന്നെ മോളെ എന്ത് വിളിക്കും? ഡാർലിംഗ് എന്ന് വിളിക്കും. ചേട്ടാ, ചേട്ടൻ സമ്മർദ്ദത്തിന്റെ ഭാര്യ എങ്ങനെയുള്ളതായിരിക്കണം? വാതിൽക്കൽ പയറ്റുമയത്തുമ്പോൾ ഗ്ലാസുമായി നിൽക്കണം ഭാര്യ. വാതിൽക്കൽ പയറ്റുമയത്തുമ്പോൾ ഗ്ലാസുമായി നിൽക്കണം ഭാര്യ. മധ്യകാമേശ്വരി ഭാര്യ. മധ്യകാമേശ്വരി ഭാര്യ. എത്രയടിച്ചാലും വാഴ്വച്ചാലും ഒന്നും കുറ്റം പറയാത്ത ഭാര്യ. എത്രയടിച്ചാലും വാഴ്വച്ചാലും കുറ്റം പറയാത്ത ഭാര്യ. ഉണരുമ്പോൾ കയ്യുമായി വന്നെത്തി കിടക്കുന്നവൾ ഭാര്യ. ഉണരുമ്പോൾ കയ്യുമായി വന്നെത്തി കിടക്കുന്നവൾ ഭാര്യ. എത്ര വിളമ്പ്യാലും എത്ര ഒഴിച്ചാലും തിപ്പുമാകാത്തവൾ ഭാര്യ. എത്ര വിളമ്പ്യാലും എത്ര ഒഴിച്ചാലും തിപ്പുമാകാത്തവൾ ഭാര്യ. ഭ്രാന്തിരിശോളയും ഭ്രമിരിക്കോളയും ഭാര്യ. സോളയും കമ്പിരിക്കോളയും ഭാര്യ. മൂന്ന് പേരെ കല്യാണം കഴിച്ചുകൊണ്ട് നേരത്തെ ചെക്കിന് പെണ്ണിന് ഇഷ്ടമായിട്ട് ഇത് നീ വെച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പൊ തന്നെ തീർന്നു. നിങ്ങളുടെ കൊലക്കുടിയുടെ കാര്യമല്ലേ പറഞ്ഞത്? ഇവരുടെ കല്യാണ കാര്യം പറഞ്ഞത്. ചേട്ടാ, നമുക്ക് ഒക്ടോബർ 1 വെച്ചത്. ഒക്ടോബർ അന്ന് വിവരം പാടും അവധിയല്ലേ? എന്റെ ഒക്ടോബർ 2 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അന്നും അവധിയല്ലേ? രണ്ടാവുന്നു. എന്നാ ഇനി മുഹൂർത്തം ഒന്നും നോക്കണ്ട. 6 ഫെബ്രുവരി ഉള്ള ദിവസം കല്യാണം. ചെക്കനൊരു ഡിമാൻഡ് ഉണ്ട്. താലകെട്ട് നടത്താമെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡി ഷോപ്പിന്റെ മുമ്പിൽ വെച്ചാണോ? എന്നാ എനിക്കുണ്ടൊരു പരിപാടി. എന്റെ പറയുമല്ലോ, എന്റെ മോൾക്ക് നിങ്ങളെക്കാൾ നല്ലൊരു കുടിയെ കിട്ടാണെങ്കിൽ കുടിച്ച് ഈറനായിട്ട് ഏതെങ്കിലും ബിവറേജിന് ചുറ്റും 3 പ്രാവശ്യം നിങ്ങളെ കുറിച്ച് ചൈന പ്രതിഷ്ഠ ചെയ്യിച്ചോളാം. ഞാനോ? കുടിച്ച് ഈറനായിട്ടാണ്. കുടിച്ചിരുന്നായിട്ട് സൈനോപദേശം മാത്രമല്ല തലകുത്തി പറയാനും ഞാൻ തയ്യാറാണ്. അപ്പോ കല്യാണം ഫിക്സ്. ഈ കല്യാണം നടക്കില്ല. എന്താ കാര്യം? ഒരു കുടിയനെ ഞാൻ എന്തെങ്കിലും വേറെ എന്നെ കണ്ടുപോയാൽ ഒരു കണ്ണു തരുന്നോട് എന്ന് വെച്ചു. ഞാൻ കൊടുക്കാതെ പറഞ്ഞേച്ചാ. പിന്നെന്താ പ്രോബ്ലം? എന്നെ കിട്ടിപ്പോയാൽ പലരും ഒരു കിട്ടി തരുന്നോട് എന്ന് വെച്ചു.